കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ കല്യാണം നടക്കുന്ന വിവാഹപന്തലിലേക്ക് പോളച്ചൻ വന്ന് നിർത്തുന്നു പറയുകയാണ്. അന്നേരം താലി കെട്ടാൻ ഒരുങ്ങുന്ന രാജീവ് പെട്ടെന്ന് നോക്കുകയാണ്. എല്ലാവരും പോളച്ചനെ തന്നെ ശ്രദ്ധിക്കുന്നു. പോളച്ചൻ പറയുകയാണ്, ഈ കല്യാണം നടക്കില്ല. ഈ സ്വർണവും പണവുമൊക്കെ എൻ്റേതാണ്. അതുകൊണ്ട് ഇത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ എനിക്ക് തിരികെ വേണമെന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു ഓടി വന്ന് പോളച്ചൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. ഒരു മംഗളകർമ്മം നടക്കുന്ന സ്ഥലത്ത് വന്ന് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇനി താൻ ഈ വിഷ്ണുവിൻ്റെ തനി സ്വഭാവം അറിയും. സത്യഭാമയുടെ മകൻ വിഷ്ണുവിൻ്റെ എന്ന് പറയുകയാണ് പോളച്ചനോട് വിഷ്ണു. ഇത് കണ്ടുകൊണ്ടുവരുന്ന സത്യഭാമ നിർത്ത്, പോളച്ചൻ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നു. തുടർന്ന് സത്യഭാമ ശാലിനിയോട് ചോദിക്കുകയാണ്, നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താനായിട്ട് എൻ്റെ വീടിൻ്റെ ആധാരം തന്നെ പണയം വെക്കണമായിരുന്നോ എന്ന്. അത് കേട്ട് ആകെ അമ്പരന്ന് ശാലിനി പറയുകയാണ്, ഞാൻ പണയം വെച്ചത് എൻ്റെ വീടിൻ്റെ ആധാരമാണെന്ന്. സത്യാമ്മയ്ക്ക് എന്തോ തെറ്റുപറ്റിയതാണെന്നും പറയുന്നു. അന്നേരം സത്യഭാമ പറയുകയാണ്, ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പോളച്ചനോട് തന്നെ ചോദിക്കാമല്ലോ. തുടർന്ന് പോളച്ചനോട് സത്യഭാമ ചോദിക്കുകയാണ്, ആരുടെ വീടിൻ്റെ ആധാരമാണ് ശാലിനി പണയമായിട്ട് കൊണ്ടുവന്നതെന്ന്. സത്യാമ്മയുടെ വീടിൻ്റെ ആധാരമാണെന്ന് പോളച്ചൻ പറയുമ്പോൾ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശാലിനിയും ശാരദാമ്മയുമൊക്കെ. സത്യാമ്മയുടെ മകൻ വിഷ്ണു വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്വർണവും പണവും ഒക്കെ കൊടുത്തതെന്ന് പോളച്ചൻ പറയുന്നു. അന്നേരം വിഷ്ണുവിനോട് സത്യഭാമയും ചോദിക്കുകയാണ്, നീ പോളച്ചനെ വിളിച്ച് അങ്ങനെ പറഞ്ഞിരുന്നോ ഇല്ലയോ എന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞത് ശാലിനി കൊണ്ടുപോകുന്നത് കുടുംബശ്രീ വീടിൻ്റെ ആധാരമാണെന്ന് കരുതിയാണെന്ന് വിഷ്ണു പറയുമ്പോഴാണ് വിഷ്ണു അങ്ങനെ പറഞ്ഞിരുന്നു എന്ന കാര്യം ശാലിനിക്ക് വ്യക്തമാകുന്നത്. അതിനാൽ വിഷ്ണുവിനെ സംശയിക്കുകയാണ് ശാലിനി. സത്യഭാമയോട് പറയുകയാണ്, സത്യാമ്മയെ ചതിച്ചത് അമ്മയുടെ ഈ മകൻ തന്നെ ആയിരിക്കും, ഞാനല്ല എന്ന്. തുടർന്ന് സത്യഭാമ പറയുകയാണ്, ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. എൻ്റെ വീടിൻ്റെ ആധാരം എനിക്ക് എത്രയും പെട്ടെന്ന് വേണം. നിനക്ക് ഞാൻ കുറച്ച് സമയം സാവകാശം തരാം എന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇനി ശാലിനിക്ക് തൻ്റെ വീടിൻ്റെ ആധാരം പോളച്ചന് പണയമായിട്ട് കൊടുത്ത് സത്യഭാമയുടെ വീടിൻ്റെ ആധാരം തിരിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതും ശാരികയുടെ കല്യാണം നടക്കുമോ എന്നുള്ളതുമൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഇത്രയുമാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്